ഒരു ജനം ഇമ്പാക്റ്റ് വാർത്ത വന്നുടൻ പരിഹാരമുണ്ടാകുന്നു. ആ വാർത്തയിലേക്ക് നമുക്കൊന്ന് പോയി വരാം. 375 രൂപയുടെ അടവ് മുടങ്ങിയതിന് പാലക്കാട് കുടുംബത്തെ ഫൈനാൻസ് സ്ഥാപനം ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ, മർദ്ദിച്ച സംഭവത്തിൽ കുടുംബത്തിന് സഹായ വാഗ്ദാനവുമായി പത്തനംതിട്ട പന്തളം സ്വദേശിയായ പ്രവാസി ജനം TV വാർത്താ ശ്രദ്ധയിൽപ്പെട്ടതിന് തൊട്ടുപിന്നാലെയാണ് സഹായ വാഗ്ദാനം ഫൈനാൻസ് സ്ഥാപനത്തിന് നൽകാനുള്ള തുക മുഴുവൻ അടയ്ക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത്. വിവരങ്ങളുമായി അരുൺ ആലത്തൂരൊപ്പം ചേരുന്നു. അരുൺ, ആ കുടുംബം സന്തോഷിക്കുന്നുണ്ടാവണം. ഒരാൾ മുന്നോട്ട് വരുന്നു. നമ്മുടെ വാർത്ത കണ്ടതിന് തൊട്ടു പിന്നാലെ അരുണിൻ്റെ വാർത്ത തത്സമയ റിപ്പോർട്ടിംഗ് ഒക്കെ കണ്ടതിന് പിന്നാലെ വരുന്നു. പക്ഷേ ആ ഫൈനാൻസ് സ്ഥാപനത്തെ അങ്ങനെ അങ്ങ് വെറുതെ വിടരുത് കേട്ടോ. ഇതൊരു പരിഹാരമായിട്ടില്ല. തീർച്ചയായിട്ടും കൃഷ്ണരാജ്, അല്പസമയം മുൻപാണ് നമ്മൾ ഈ പാലക്കാട് ചിറക്കാട് ഗോപാൽ കോളനിയിലെ കുടുംബത്തിന് ഇത്തരത്തിൽ ചെറിയൊരു തുക 13,000 രൂപ അവർ ഒരു TV വാങ്ങുന്നു. അതിൻ്റെ 375 രൂപയാണ് ഒരു ആഴ്ചയ്ക്ക് അടവായിട്ട് അവർ നൽകേണ്ടിയിരുന്നത്. 6 മാസത്തോളം അടവ് നൽകി. പക്ഷേ പിന്നീട് അവർക്ക് 7ഓളം അടവുകൾ മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതോടുകൂടെ തന്നെ ഈ ഫൈനാൻസ് സ്ഥാപനത്തിലെ ജീവനക്കാർ വീട്ടിലേക്ക് അതിക്രമിച്ച് എത്തി കയ്യേറ്റം ചെയ്യുകയും അവരുടെ 17-കാരിയെ ആക്രമിക്കുകയും കുടുംബത്തിന് നേരെ ആക്രമിക്കുകയും സമൂഹത്തെ അവരെ വലിയ രീതിയിൽ നാട്ടുകാരുടെയൊക്കെ മുന്നിൽ വെച്ച് മോശമായി അവരോട് പെരുമാറി എന്നുള്ളതാണ് പരാതി. പാലക്കാട് സൗത്ത് പോലീസ് സ്റ്റേഷനിലാണ് ഇത്തരത്തിൽ കുടുംബം പരാതി നൽകിയത്. ഏതായാലും നമ്മൾ ആ വാർത്ത ഏതാനും മിനിറ്റുകൾക്ക് മുൻപ് അത് റിപ്പോർട്ട് ചെയ്തു. ആ വാർത്തയുടെ ലൈവ് ഞാൻ നിന്ന് ആ ലൈവ് അവസാനിച്ചതോടുകൂടെയാണ് പെട്ടെന്ന് തന്നെ ഫോണിലേക്ക് ഇത്തരത്തിൽ സഹായ വാഗ്ദാനം വരികയുണ്ടായത്. ഖത്തറിൽ നിന്നുള്ള ഒരു വ്യവസായിയാണ്, അല്ലെങ്കിൽ ഒരു പ്രവാസിയാണ് ഇത്തരത്തിലൊരു സഹായ വാഗ്ദാനവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, എൻ്റെ പേര് വിവരങ്ങളൊന്നും പുറത്ത് പറയേണ്ട, അത് ഞാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷേ ആ കുടുംബത്തിന് എത്ര രൂപയാണോ ഇനി അവിടെ ഫൈനാൻസ് സ്ഥാപനത്തിൽ അടയ്ക്കാൻ ബാക്കിയുള്ളത് അത് മുഴുവൻ അദ്ദേഹം സെറ്റിൽ ചെയ്യാമെന്നുള്ളതാണ് പറഞ്ഞത്. ഏതായാലും നമ്മൾ ആ കുടുംബത്തോട് തന്നെ ചോദിച്ചിരുന്നു, ഇനി എത്ര രൂപയാണ് ഈ TV വാങ്ങിയ ഇനത്തിൽ നിങ്ങൾ 6 മാസത്തോളം അടവടച്ചു എന്ന് പറയുമ്പോൾ ബാക്കി എത്ര രൂപയാണ് അടയ്ക്കാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ കുടുംബത്തിന് അതുപോലും പറയാൻ അറിയുന്നില്ല. കാരണം ഇനി എത്ര രൂപ അടയ്ക്കാനുണ്ടെന്ന് തങ്ങൾക്ക് അറിയില്ല. അത് ആ ഫൈനാൻസ് സ്ഥാപനത്തിൽ തന്നെ ചോദിച്ചാലേ അറിയുള്ളൂ എന്നുള്ളതാണ് അവർ പറയുന്നത്. ഏതായാലും നമ്മളിപ്പോൾ ആ ഫൈനാൻസ് സ്ഥാപനം കണ്ടെത്താൻ വേണ്ടി അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് ഇത്തരത്തിൽ ആ ഒരു പ്രവാസിയായ വ്യക്തി ഈ പണം മുഴുവൻ നൽകാമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും വളരെ ആശ്വാസകരമായ കാര്യമാണ് ഇത്തരത്തിലുള്ള സഹായം. അരുണിന്റെ റിപ്പോർട്ടിലൂടെ ആ കുടുംബത്തിന് ആശ്വാസമുണ്ടായി, സന്തോഷമുണ്ടായി, അവരുടെ പ്രശ്നങ്ങൾക്ക് അറുതി ഉണ്ടാകുന്നു. പക്ഷെ മറുവശത്ത് ഇപ്പോൾ ഒരു ലക്ഷ്യമുണ്ടല്ലോ അരുണാലത്തൂരിന് മുന്നിൽ. ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര, അതിൻ്റെ മധ്യേയാണ് ഇങ്ങനെയൊരു ഫോൺ കോൾ വരുന്നതും ആ ധനസഹായം പ്രഖ്യാപിക്കുന്നതും. അത് നല്ല മനസ്സ്, ആ മനുഷ്യൻ്റെ നല്ല മനസ്സിനെ നമ്മൾ അംഗീകരിക്കുന്നു, അനുമോദിക്കുന്നു. ഇനി എന്താണ്? തീർച്ചയായിട്ടും നമുക്ക് ആ ഫൈനാൻസ് സ്ഥാപനത്തെ കണ്ടെത്തി അവിടെ എത്ര രൂപയാണ് ഇവർക്ക് അടയ്ക്കാനുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി ഈ സഹായ വാഗ്ദാനം കൃത്യമായിട്ട് അവർക്ക് മേടിച്ച് നൽകേണ്ടത് ഉണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം. മറ്റൊരു കാര്യം, എന്താണ് ഫൈനാൻസ് സ്ഥാപനത്തിൽ ഇതിൽ പറയാനുള്ളത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് തന്നെ അറിയണം. കാരണം എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള നടപടികൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളത് അറിയേണ്ടതുണ്ട്. മാത്രമല്ല ഇതിൽ പോലീസ് എന്ത് നടപടി സ്വീകരിക്കും? ഇത്തരം ഒരു പരാതി, അതായത് പ്രായപൂർത്തിയാവാത്ത ഒരു പെൺകുട്ടിയെ ഉൾപ്പെടെ മർദ്ദിച്ചു എന്നുള്ള പരാതിയാണ് പാലക്കാട് സൗത്ത് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഏതായാലും പോലീസ് അതിൽ ഇനി എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളത് അറിയേണ്ടതുണ്ട്. മാത്രമല്ല ഇവരെ പോലെ ഇനി കൂടുതൽ ആളുകൾ ഈ ഫൈനാൻസ് സ്ഥാപനങ്ങൾ മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ എന്നുള്ളതും അറിയേണ്ടതുണ്ട്. ഏതായാലും അത്തരം കാര്യങ്ങളിലൊക്കെ കൂടുതൽ അന്വേഷണം നമുക്ക് നടത്തേണ്ടതുണ്ട്. ആ അന്വേഷണങ്ങൾ നമ്മൾ നടത്തുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. നിലവിലേതായാലും ഈ വാർത്ത നമ്മളൊരു ലൈവ് നൽകി അതിന് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ആ ലൈവ് കട്ട് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇത്തരത്തിൽ ആളുകൾ, നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഇങ്ങനെ സഹായ വാഗ്ദാനവുമായി രംഗത്തെത്തുന്നു എന്നുള്ളത് വലിയ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ആശ്വാസം തന്നെ ആയിരിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. കാരണം നമ്മൾ ആ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോൾ കണ്ട കാഴ്ചയും അത്തരത്തിലാണ്. വളരെ പൊട്ടിപ്പൊളിഞ്ഞ ഒരു വീട്. ആ വീട്ടിലാണെങ്കിൽ വൈദ്യുതി ഉണ്ടായിരുന്നില്ല. അവിടെ അവർ പറഞ്ഞത് കറണ്ട് പോയിരിക്കുകയാണെന്നുള്ളതായിരുന്നു പറഞ്ഞത്. അതായത് ആ TV ആണല്ലോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ TV ഒന്ന് പ്രവർത്തിപ്പിക്കാൻ, അത് ഓൺ ചെയ്യാനായിട്ട് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ കറണ്ട് ഇല്ല എന്നുള്ളതായിരുന്നു കുടുംബം ആദ്യം പറഞ്ഞിരുന്നത്. പിന്നീടാണ് നമുക്ക് മനസ്സിലാക്കിയത് വൈദ്യുതി ബില്ല് അടയ്ക്കാനുള്ള സാമ്പത്തികമില്ലാതെ വൈദ്യുതി ബില്ല് അടയ്ക്കാത്തതുകൊണ്ട് ഫ്യൂസ് ഊരി പോയിരിക്കുകയായിരുന്നു അവിടുത്തെ KCB എന്നുള്ളതാണ്. പിന്നീട് അവരെ കൊണ്ട് കൂടുതൽ ചോദിച്ചു, നമ്മുടെ ലൈവൊക്കെ കഴിഞ്ഞ് അവരോട് വീണ്ടും ചോദിച്ചപ്പോൾ അവർ ആ സത്യം കൂടെ പറഞ്ഞത്. കാരണം അത്രയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന 4 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയും ഉള്ള കുടുംബം. അവിടെയാണെങ്കിൽ അച്ഛനമ്മമാർ കൂലിപ്പണിക്കാരായ 2 പേർ, അവർക്കാണെങ്കിൽ
ജോലിയില്ലാതെ അവർക്ക് പ്രശ്നം ജോലിയില്ല എന്നുള്ളതാണ്. ജോലി ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ അടയ്ക്കുന്നതിനും മറ്റുമൊക്കെ അവർക്ക് കഴിയുമായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹമാണെങ്കിൽ ശബരിമലയ്ക്ക് മാലയിട്ട് ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി തയ്യാറാവുന്ന ഒരു സാഹചര്യമാണ്. മാലയിട്ടപ്പോഴാണ് ഇങ്ങനെ വന്ന് ശബരിമലയ്ക്ക് മാലയിട്ട് വ്രതമനുഷ്ഠിച്ച് ശബരിമലയിൽ പോകാൻ കാത്തു നിൽക്കുന്ന ഒരാളെ കൊണ്ടാണ് കാല് പിടിപ്പിച്ചത് എന്നുകൂടി നമ്മൾ പറയണം. തീർച്ചയായും അത്തരത്തിൽ വ്രതമനുഷ്ഠിക്കുന്ന വ്യക്തിയെ കൊണ്ടാണ് മാപ്പ് പറയിപ്പിച്ചതും കാല് പിടിപ്പിക്കുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഫൈനാൻസ് സ്ഥാപനത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് ഏതായാലും നമുക്കറിയാം. മാലയിട്ട ഏതൊരു വ്യക്തിയും നുണ പറയില്ല എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അത്തരത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ആ പ്രതികരണങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ വളരെ ദുഃഖമാണ്. ഇത്തരത്തിൽ ശബരിമലയ്ക്ക് മാലയിട്ട് വ്രതമനുഷ്ഠിക്കുന്ന ഒരു വ്യക്തിയെ കൊണ്ട് ഉൾപ്പെടെ ഇങ്ങനെയൊക്കെ മോശമായി ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നേരെ ആക്രമണം ഉണ്ടാകുന്നു. കുടുംബത്തിലെ മകൾക്ക് നേരെ ഉൾപ്പെടെ ഇങ്ങനെ മോശമായി പെരുമാറുകയും ആ കുട്ടിയെ കയ്യേറ്റം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ഏതായാലും ആ ഫൈനാൻസ് സ്ഥാപനത്തിലെ ജീവനക്കാരുടെ ഭാഗത്തുനിന്നുണ്ടായ ഈ കാര്യങ്ങളിൽ അതിൻ്റെ നേതൃത്വത്തിന് ഉൾപ്പെടെ എന്താണ് പറയാനുള്ളതെന്നുള്ളത് നമുക്കിതിൽ അറിയേണ്ട സാഹചര്യം തന്നെ ഉണ്ട്. ഒപ്പം തന്നെ അതിൻ്റെ ബാക്കിയുള്ള പണം അത് എത്രയാണെന്നുള്ളത് പോലും കുടുംബത്തിന് അറിയുന്നില്ല. അത് ഫൈനാൻസ് സ്ഥാപനത്തിൽ നിന്ന് തന്നെ നമുക്ക് തിരക്കി എത്ര രൂപയാണ് എന്താ കാര്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അവർ ഈ കുടുംബം നൽകിയ ഒരു നമ്പറിൽ നമ്മൾ നിരന്തരം വിളിച്ചിരുന്നു. പക്ഷേ ആ നമ്പറിൽ വിളിക്കുമ്പോൾ ആരും ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഏതായാലും ഉടൻ തന്നെ അല്പസമയത്തിനകം തന്നെ നമുക്ക് ആ ഫൈനാൻസ് സ്ഥാപനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത ലഭിക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ ഇത് ഇത്തരത്തിൽ ഇനി കൂടുതൽ ആളുകളുണ്ടെങ്കിൽ അതിലുൾപ്പെടെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്നുള്ളത് അറിയേണ്ടതുണ്ട്. ഈ ഫൈനാൻസ് സ്ഥാപനം ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നതൊക്കെ നിരന്തരം സംഭവമാണോ, കൂടുതൽ ആളുകളെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ എന്നുൾപ്പെടെ അറിയേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൗത്ത് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് അതിൽ എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളത് അറിയേണ്ടതാണ്. കാരണം ഓപ്പറേഷൻ കുബേരയൊക്കെ ഉൾപ്പെടെയുള്ള നടപടികളൊക്കെ മുമ്പ് ഈ പോലീസിന്റെ ഭാഗത്തുനിന്ന് കേരളത്തിൽ തന്നെ നടത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫൈനാൻസ് സ്ഥാപനങ്ങൾക്കെതിരെ എന്ത് നടപടി ഉണ്ടാവും എന്നുള്ളതും അറിയേണ്ടതാണ്. കൃഷ്ണരാജ്. ശരി, 375 രൂപയുടെ അടവ് മുടങ്ങിയതിന് പാലക്കാട്ടെ ഒരു സാധാരണ കുടുംബത്തെ വീട് പോലും പാർപ്പിട സൗകര്യം പോലും കൃത്യമായില്ലാത്ത ഒരു കുടുംബത്തെ ഫൈനാൻസ് സ്ഥാപനം നേരിട്ടെത്തി ഭീഷണിപ്പെടുത്തി 17-കാരിയായ മകളെ മർദ്ദിച്ച സംഭവത്തിൽ ആശ്വാസ വാർത്ത വരുന്നു. ആ കുടുംബത്തിന് സഹായ വാഗ്ദാനവുമായി പത്തനംതിട്ട പന്തളം സ്വദേശിയായ ഒരു പ്രവാസി ആ പണം മുഴുവൻ അടച്ചു തീർക്കാം എന്ന് പറയുന്നു. അങ്ങനെ ഞങ്ങളുടെ റിപ്പോർട്ടറെ ആ വാർത്ത തത്സമയം ഏകദേശം 10-15 മിനിറ്റോളം നിന്നതിന് ശേഷം ആ ഫോൺ കോൾ കട്ടാകുമ്പോൾ തന്നെ അയാൾക്ക് വിളി വരുന്നു. ഞങ്ങൾ ആ കുടുംബത്തെ സഹായിക്കാം എന്ന വിളി വരുന്നു. അങ്ങനെ ആ പണം ഇനി അരുൺ ആലത്തൂരിന് കുറച്ചുകൂടി റിപ്പോർട്ടർ എന്നതിനപ്പുറത്തേക്കൊരു ഉത്തരവാദിത്വം കൂടി വരുന്നു. ആ പ്രവാസിയെയും ഈ ധനകാര്യ സ്ഥാപനത്തെയും തമ്മിൽ ബന്ധിപ്പിക്കണം. ആ പണം അടച്ച് പരിഹാരമുണ്ടാക്കണം. ആ കുടുംബത്തിന് ആശ്വാസം എന്ന വാഗ്ദാനം പാലിക്കണം. അതിനപ്പുറത്ത് ആ ധനകാര്യ സ്ഥാപനത്തിൻ്റെ പ്രവർത്തന രീതികൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും വേണം. വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ ആലത്തൂർ.